ഹാപ്പി പോണ്ടിച്ചേരി എന്താ കാണാനുള്ളത്? എനിക്ക് ചാർജില്ല. അപ്പൊ കാശ് ഇന്നത്തെ കണ്ട പറടാ വിഷയമായിട്ട് ഇജാണ് പറയണ്ട്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അല്ല വേണ്ട കേട്ടാ ഗൈസ്. അപ്പൊ ഇന്നത്തെ പരിപാടി ഒരു വിഷു വ്ളോഗ്. ഹായ് ഹലോ. വെയിലാവാനൊന്നും ഇല്ല. അപ്പൊ ചെക്കന് വിഷുവായിട്ട് ഒരു ഫോട്ടോ എടുക്കണം. അത്ര നമുക്ക് എന്തായാലും പോയാക്കാം ഫോട്ടോ ക്ലാസ് എടുത്ത്. ഇത്ര വലിപ്പണ്ടായതാ. ഞാൻ അവിടെ നോക്കിയപ്പോ ചെറിയ പേര് ഈ പടിതാ ഈ പല്ലി ക്ലിപ്പ് ഒന്നും രീതിയിൽ പോക്കറ്റ് വെക്കാൻ പറഞ്ഞു. തുണി കൊണ്ടിട്ട് മടക്കിക്കോ. ബിവെയർ ഓഫ് ഡോഗ് കാണണ്ട. ഇവിടെ കുഴപ്പമില്ല കാശില്ല. ഓ ആ ബിവെയർ ഓഫ് ഡോഗ് വെച്ചിട്ട് നമുക്ക് റിംഗ് മാസ്റ്റർ നിങ്ങൾ സാധനം എടുക്കാം. എല്ലാരും വീട്ടിൽ നിൽക്കുമ്പോ നമ്മളോട് എല്ലാരും വീട്ടിൽ നിന്ന് എടുക്കുമ്പോ നമ്മളോട് നിർത്തി കാട്ടീന്ന് വെറുതെ നിർത്തി കാണിച്ചാ ഇജാ പുല്ല് വന്ന് ഞാൻ തല പിടിക്കാം. ഏതാ മോനെ? കല്യാണ ചെക്കനാ. കല്യാണ ചെക്കനാ? വെറുതെ കാണിച്ചാ ഓ ഇഞ്ഞി എടുക്കണ്ട പൂവ പോലെ സാനായി കാര്യം പറഞ്ഞാണ് ഇഞ്ഞി എടുക്കണ്ട സാനായി പോവാ. ചെക്കനെ നോക്ക് നോക്കടി. സ്റ്റൈല് നോക്കടി. സ്റ്റൈല് നോക്കടി. മതി മതി എന്ത് സാധനം ഉണ്ടല്ലേ? ഇഞ്ഞിപ്പോ സെൽഫിയാ സെൽഫിയാ ആരാണ് എന്നോട് കൊടുക്കുന്നത്? അതൊന്നും റെഡി ആയില്ല. പോയിന്റ് എടുക്കുന്നല്ലേ ബിവെയർ ഓഫ് ഡോഗും നേരത്തുള്ള അങ്ങനെ പിടിച്ചില്ലേ ഒക്കെ കാണാണ്ട്. എന്താ കറി പോയതാ? എന്ത്? ഞാനേ രാവിലെ ഇഡ്ഡലി വീണതാ. വന്നപ്പോ ഇഡ്ഡലി വീഴും ഉണ്ടാക്കി തരുന്നുണ്ട് ചെക്ക ഓരോന്ന്. ക്ലാരിറ്റി കൂടിയാ കാര്യം പറഞ്ഞാണ് കിട്ടില്ല സാധനം. എന്താ വിഷു ആരും ശബ്ദം ഇല്ലാണ്ട് ചിരിക്കണോക്ക്. വിഷു വരെ കൊണ്ടേത് വിഷു വരെ കൊണ്ടേ നെറ്റിയിലെ ചന്ദന പൊട്ടും മലയാളി പെണ്ണെ നിന്റെ എടാ എനിക്ക് അടിപൊളി ഫോട്ടോ കിട്ടിയാണ്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എന്നാ ഒന്നുകൂടി ഈ ഓട്ടിന്റെ മോളി കയറിട്ട് ഇങ്ങനെ അതന്നെ ഫോട്ടോ നിക്ക് നിക്ക് ഓരോ നിന്നോ. ഈ പോസ് ഇങ്ങനെ ക്യാമറ മെയിനാക്കല്ലേ? ക്യാമറ എന്തൊക്കെ അത് കാണിക്കണം ബാക്ക് അത് പൂച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ. മൂച്ചുണ്ടോ? നോക്കി നോക്കി ആ മുടി അങ്ങനെ മെസ്സിയാക്കി ഇട്ടിക്കല്ലേ? മെസ്സി അതുപോലെ ഒന്നുകൂടി ഇപ്പൊ ഗായ്സ് എല്ലാവർക്കും ഞങ്ങളെ വക ഒരു ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു. വിഷുദിനാശംസ. സദ്യ എന്താ പാടി? എത്ര കൂട്ടം പായസം ഉണ്ട്? 5 നോട്ട് ദ പോയിന്റ്. കുരുമുളക് നല്ല എന്തെങ്കിലും ഉണ്ടാവും അതില്? പായസത്തിൽ കുരുമുളക് ഉണ്ടാ?
എടാ പായസം മാത്രല്ലല്ലോ സദ്യയിലുള്ളത്, കൊറേ ഐറ്റംസ് ഇല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങോട്ട് നോക്കി ചൊല്ലിന് അതേ ക്വസ്റ്റ്യൻ കൊണ്ടിരുത്താൻ പോസ് ചെയ്യണോക്ക് കാണോ? അത് കാണില്ലടാ, കിട്ടൂല. അത് കിട്ടൂല. ഇതിങ്ങനെ മറച്ചു നോക്കി, ഇതിങ്ങനെ മറച്ചു. ഓഫ് കാണുന്നുണ്ട്, ഓഫ് കാണുന്നുണ്ട്. ഏത്? അത് എല്ലാരും സൽമാൻ തന്നെ മറ്റേ പെരുന്നാളിനിട്ട് കേട്ടു. ജാ നിന്നോലെ നോക്ക്, ജാ ഇതൊന്നും മറച്ചു. നമുക്കിങ്ങനെ കരുവാൻ എടുക്കണ്ട, ഇവിടെ വീഡിയോ എടുക്കണ്ട. ഇങ്ങനെ തിരിച്ചു എന്ത് അതിന് മറച്ചെന്നോ? ഇവിടെ ക്ലിയർ ചെയ്യാം. നമ്മളില്ലേ ഇതേ ഡ്രസ് ഇട്ടിട്ടാണ് പോണ്ടിച്ചേരി പോയിക്കണം കേട്ടാ. അതിന്റെ ബാക്കി വിചാരിക്കും പോണ്ടിച്ചേരി ബാക്കി. പോണ്ടിച്ചേരിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉള്ള ഒരു വ്ളോഗാണിത്. ഇന്നാരും വിചാരിക്കണ്ട. ഞങ്ങള് പ്ലെയിൻ ഇടാന്നുള്ള മൈൻഡിലാണ് ഇതിട്ട്. ഇനിയിപ്പോ ഡ്രസ്സില്ലാന്നുള്ള ഇതൊന്നും ആരും വെക്കാൻ നിൽക്കണം. ഇഷ്ടംപോലെ ഡ്രസ് ഉണ്ട്. ഇവന്റെ ഒക്കെ കളക്ഷൻ കണ്ടാൽ ഞങ്ങൾ ഞെട്ടും. വേണ്ട, അവര് അതിന്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കല്ലേ? അതിന്റെ ഒരു വേറൊരു വീഡിയോ വരുന്നുണ്ട്. നാച്ചിന്റെ ഒരു കളക്ഷൻ വീഡിയോ മാത്രമായിട്ട് വരുന്നുണ്ട്. ആ പിന്നെ എത്ര ഷൂ ഉണ്ട് എനിക്ക്? ഇത്ര ജോഡികള്? 238. ചുള്ളിന് എത്ര കളക്ഷനാ ഷൂവിന്റെ? 0. ഉണ്ടാവും. എന്തിനാ കണ്ണട വേണ്ടിയില്ല? നമുക്ക് ഇവിടുന്ന് ഒരു തമ്മിൽ എടുത്താലോ? കിട്ടില്ല ഔട്ടാ. ആരെടുപ്പിക്കല്ലേ? എന്താ സ്ഥലം നമ്മള് പറഞ്ഞിട്ട് എന്താ നമുക്ക് തരിക? സദ്യ അടപ്രഥമ 3 ഗ്ലാസ്, അടപ്രഥമ 3 ഗ്ലാസ് വേണ്ടി എനിക്ക്. കൊറേ തലയിലൊന്നല്ലോ. അതിനുള്ളിൽ വേറൊരു തല ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചാ? ഞാൻ ശ്രദ്ധിക്കാറില്ല. ക്യാമറ ഉള്ളത് ഞാൻ സൂക്ഷിച്ചിട്ടേ ഇനി സംസാരിക്കും. ചൊല്ലിയേ കാറ് വേണോ? ഓ ട്രാക്ടറായിട്ട് പൂട്ടിക്കണല്ലേ എല്ലായിടത്തും. ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ. ഈ വീട്ടുകാരോട് ചോദിക്കണ്ടേ? നടക്കണ നടക്ക് കവി സീനായിട്ടാ, ഒന്നും പറയില്ല. പാറക്കൽ തറവാട് അതറാ, അവിടുന്ന് എടുത്തറാ. അതാ നല്ല ബാക്ക്ഗ്രൗണ്ട്. ആളുണ്ട്, ആളുണ്ടാവും. ഹാപ്പി ഉണ്ടുവോ? നമുക്ക് ഇതെടുത്താലോ ഇവിടെ ഇരുന്നിട്ട്? ക്ലിയർ ഉണ്ടാവും. എടാ നമുക്കേ 4 കൂടാണ്ട് ഇരിക്കാം. തമ്മിലാണ്ട് എടുക്കാം. തമ്മിലെടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് തമ്മിലെടുക്കട്ടെ. പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം എടുക്കില്ല. കുപ്പി വെള്ളം കണ്ട എന്തായാലും പെരേക്കല്ലേ പോണേ. ഞാൻ എൻ്റെ കണ്ണ് കാണുന്നുണ്ടാവില്ല. എന്നാണ് മറ്റേ ദോലയിക്കണം. ചെറുതാണ്. സൽമാൻ ചേർ ആണോ?
കൊണ്ടോ ഒരു 100-150 ലൈക്ക്. ഓ 1 million views 150 subscribers. ആകാശം. പാറക്കൽ തറവാട്ടിലൊരു നായി, 2 നായ്ക്കള്. മൊയല് ഇവിടെ ഒന്ന് ചുറ്റി കാണാൻ ആച്ചിയ. ഇരിക്കാൻ നല്ല ഇവിടുത്തെ വീട് ഒന്നും പറയാൻ കേട്ടോ, കേട്ടില്ല വീട് എന്റെ ശരിയാ. അങ്ങനെ വിളിക്കാൻ പോലെ ഞാൻ മാത്രം അങ്ങനെ പറയാൻ ചെയ്തു. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ് ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിച്ചോളെ. ലൈക്കും കമൻറ്റൊക്കെ ഇടി. കമൻറ്റൊന്നും ആരും ഇടുന്നില്ല. എല്ലാവർക്കും ഒരു വിഷു ആശംസകൾ പറഞ്ഞിട്ട് ഒരു വിഷു കൊല്ലത്തെ വിഷു ആശംസ എല്ലാവർക്കും ഒരു അങ്ങനെ തന്നെ ഒരു തന്നെയല്ല പറയാ. എല്ലാവർക്കും ഒരു എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ഹൃദയം നിറഞ്ഞ വിഷു ദിനാശംസകൾ. കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, വെയില് അതിശക്തമായ. ഇതിനും വലിയ വെയിൽ നമുക്ക് കടമ്പൂര് പോയപ്പോൾ. ചിക്കുണ്ട് അവിടെ, ചിക്കു റംബൂട്ടാൻ പോയൊക്കെ അവിടെ കിടക്കണ്ട. പോയൊക്കെ വാ. ശരിയല്ല, ഇവിടെ ഇത് ചെടി ഉള്ളതുകൊണ്ടേ വേണ്ടല്ലേ. ആരാ ചാമ്പ കണ്ടില്ല, രണ്ടാം കുടിച്ചാലോ മോശല്ലേ. അത് പോരാ. തിരിച്ചോ. നിങ്ങളെ വീട്ടിലപ്പോ എത്ര തരം പായസം ഉണ്ട് എന്നൊക്കെ പറയാ. നല്ല ആൾക്കാരെ പറയുന്നത് എന്ത് ആ കമന്റ് എന്നാണോ ഇനി വരല്ലേ വൃത്തിക്ക്. നമുക്ക് ആ 1 million ആ വീഡിയോ കിട്ടി അത്ര കമന്റ് ഒക്കെ വരണം. അതിനനുസരിച്ച് ഒന്ന് സുഖമാണ്. എന്ത് സുഖം കുറേ കമന്റ് വീട്ടില് സുഖണ്ട് പറഞ്ഞു. അല്ലടാ കമന്റ് ഒക്കെ വരുന്നതേ. കണ്ണുറക്കാൻ പറ്റുണ്ടോ? ഞാൻ അങ്ങനെ നിൽക്കണേ, എനിക്ക് തീരെ പറ്റുന്നില്ല. ഞാൻ കണ്ണ് ഞാൻ ചുളുക്കിയിട്ടാണ് നിൽക്കണത്. പോവാ കഴിഞ്ഞില്ലേ ചെയ്യാ എന്തേ. 100 ഫോട്ടോസ് കവർ ചെയ്താ ഫോട്ടോഗ്രാഫർ വെയില് സഹിക്കാൻ 100 ഫോട്ടോ മതി. 100 ഫോട്ടോ ഉണ്ട്. ഞാനിനി ക്ലാസ് ഇട്ട് നിൽക്കാണ്. അത് നല്ലേ പറഞ്ഞ തന്നെ വയർത്ത സത്ത സദ്യയൊക്കെ പയ്യർക്കൂ. ഇങ്ങനെ വായോ ഇതാണ് മുമ്പാരോ. സംഭവം വീട് സീനാട്ടാ. വൃത്തിക്ക് ഉണ്ടാക്കിക്കണം എന്തായാലും. ഇത് മറ്റേ ചക്കപ്പഴത്തിലൊക്കെ ഇല്ലേ വീട്. വണ്ടി പുറത്ത് വെച്ചിട്ടാ. എന്ത് ഒറ്റ വലിക്കുന്നു കുടിച്ചാലോ. എന്താ പാട്? സുഖം സുന്ദരം. സദ്യ എടുക്കുമ്പോ സദ്യ അവിടെ വെക്കുക. സദ്യ പറഞ്ഞാലോ എന്നിട്ട് ഇത് സ്റ്റാൻഡ് ഇതിവിടെ അങ്ങനെ വെക്കാം. ക്യാമറ
ആ സെറ്റ് ചെയ്തേക്കാം. അതാകുമ്പോൾ ഞാൻ ആൽ പിടിച്ചിട്ടുണ്ടല്ലോ. ഉമ്മക്കാൻ വരുന്ന ലോ ലൈറ്റ് മോഡും ട്രെയിന് 30 FPS എടുത്താൽ മതി. അങ്ങനെ അത് 30 FPS ആണ്. ഞാൻ പോണ്ടിച്ചേരി നിന്നൊക്കെ അങ്ങനെ എടുത്തത് അല്ലേ? റൂമിനുള്ളിൽ നിർത്തി വീഴണം. ഇതല്ല റൂമിനുള്ളിൽ ഇതൊക്കെ റൂമിനുള്ളിൽ തന്നെ ഞാൻ ഇവന്റെ സീൽ ബോഡി കാണിച്ചിരിക്കില്ല. ഞാൻ ഷർട്ട് അതാ ഷർട്ടൊക്കെ ഇട്ട് വരണ്ടേ. സീൽ ബോഡിയാ. ഇതെന്തത് വളർത്താൻ വേണ്ട. ഇതൊക്കെ നമുക്ക് ഇത്രയേ ഉള്ളൂ. ആമസോൺ പഠിച്ചാ അച്ഛൻ പോയി ഷർട്ട് ഇട്ടു. അല്ല കുഴപ്പമില്ല. സദ്യ ഉണ്ണാ ആ ഉണ്ണാ എന്നാൽ മുടിയാതെ ഫോൺ വിളിച്ചാ ഇതോടെ സ്റ്റാൻഡ് ചെയ്യാം. അതാണ് നല്ല മോള് കിട്ടുന്നുണ്ടാവും. ഞാൻ വിളിക്കട്ടെ ഉദ്ദേശിച്ചാ പിന്നെ ഐഫോൺ അല്ലേ ക്ലിയർ ഉണ്ടാവില്ല. ഞാൻ ഒരു 70 Pro എടുത്തരാ പറഞ്ഞു. ഇതിലുള്ള ക്ലിയർ വന്നി റേഷൻ കട വന്നെണ്ണ വാങ്ങണം. മറ്റേ നെയ്യൊന്നുമില്ല. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നേക്കണേ. ഓണത്തിന് കിട്ടിയ സാധനം പായസം എന്തൊക്കെയാ? മതി മതി. ഓലൻ കാലൻ അല്ല കാളൻ. പിന്നെ കുത്തരി ചോറ്. എന്ത് എന്നാണ് ഇതെങ്ങനെ എടുക്കുക? സെറ്റ് ചെയ്യണ്ടല്ലേ? ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ശ്രമിക്കാം, ഇവിടെ തന്നെ സെറ്റ് നോക്കാം. സെറ്റ് ചെയ്ത് ടാസ്ക്കാണ്. പക്ഷെ ഫിക്സ് ചെയ്യില്ല, നമ്മൾ 4 മൂലക്കല്ലേ, എങ്ങനെയായാലും ഒരാൾ കിട്ടില്ല. ശരിക്കും തൊലി കളയാതെ മനസ്സിലായോ? എന്റെ തൊലി കളഞ്ഞിട്ടാണ് വരുന്നത്. തൊലി കളഞ്ഞിട്ടാണ്, അതാണ് കളറില്ല. നമ്മൾ തോല് വിറ്റാമിൻ സി ആയതുകൊണ്ട് ഒരു നിറുവായിരുന്നു. ബഹരത്തിന്റെ ഒരു വേറെ കറക്റ്റ് ഇല്ല ഞാൻ അങ്ങനെ നോട്ടെ. ഹൈറ്റ് ഇത് വെച്ചാൽ പപ്പടം കൊടുത്തില്ല. പപ്പടം വെക്കും കൂടെ. പപ്പടം വെക്കും കൂടെ. ആടെ സാമ്പാറൊന്നും വെച്ചില്ലേ? ഇത് കഴിക്കുമ്പോഴേക്കും സാമ്പാർ അതിന്റെ പറയാ പറ്റില്ല. നെയ് കൂട്ടി പരിപ്പുമായിട്ട് കുഴച്ച് കഴിക്കുമ്പോഴത്തേക്കുമാണ് സാമ്പാർ വരുന്നത്. ഇതാണോ കല്ലുമലത്ത് എന്റെ ഫോൺ കുത്തിയെടുക്കാം. ആ ഞാൻ സാമ്പാർ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും സാമ്പാർ വരും. പിന്നെ ഷെയ്ഫുണ്ടായിരിക്കും സാമ്പാർ കിടച്ചിട്ട് ചോറ്
സംഭവം മിട്ടു സംഭവം പെട്ടെന്ന് ഇങ്ങോട്ട് വെച്ചാലോ ഇങ്ങനെ ചൊറിയുടെ പൂവിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ട് വേറെ ഒരു അമ്മ ചോദിച്ചിട്ട് ഗുണ്ടു പൊട്ടിച്ചിട്ടേ ഞാനൊരു പാടത്തെ പാച്ചാണെങ്കിൽ എടുത്തൊക്കെ എടുക്കുന്നതാ ഞാനൊക്കെ കത്തിച്ച അവിയല് കുറച്ച് ചോപ്പായിട്ട് ഒരു മഞ്ഞ കളർ മുളകും കൂടി കൊടുക്കും ആ അതെ അച്ഛൻ അവിയലിന്റെ അതിന്റെ കൂടെ മഞ്ഞപ്പൊടി മുളക് പൊടി കണ്ട് തട്ടി ശരിക്കും മുളക് പൊടി ഇടും ടേസ്റ്റ് വ്യത്യാസമില്ല ടേസ്റ്റ് ഇല്ലേ അല്ല ടേസ്റ്റ് വ്യത്യാസമില്ല ഉണ്ടോ ഞാൻ മുളക് പൊടി ഇട്ടപ്പോഴേ കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ വെള്ളം 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 തരാം വേറെ വെള്ളം തരാം ചൂടുവെള്ളം പച്ചവെള്ളം മതി. പച്ചവെള്ളം പച്ചവെള്ളം മതിയോ? മതിയാവും എല്ലാവർക്കും പച്ചവെള്ളം മതി. ഗ്ലാസ് കഴിക്കണ്ട. ആ ഗ്ലാസ് ഒന്ന് ഇതാ. ചൂടുവെള്ളം മതി. വെള്ളം ചൂടാക്കി സദ്യയിലെ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം വേറെ സാധനം ഈ പയറില്ലാത്ത എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അച്ചാർ. കവിൽ അഭില വളരെ ചോപ്പറില്ല. അവിയലല്ല അവിയൽ. ഞാൻ മലയാളം പഠിച്ച നമുക്ക് അവിയലല്ല, അവിയൽ. തെരുവിലെ ചെക്കയാണ് ഞാൻ നല്ലപോലെ പറഞ്ഞു അവിയലാണ് അവിയൽ അവിയൽ കുറച്ചാലിയ ബെറ്റർ ലഗ്നസ്. വേറെ സാധനം പയറ് വെച്ചിട്ട് ഇങ്ങനത്തെ അല്ലാണ്ട് മഞ്ഞ മഞ്ഞ ആ മറ്റേ അമ്മ മറ്റേ പയർ വെച്ചിട്ട് അതിനെന്ത് പറയല്ലോ ഏതാ? ഓലനോ? ഓരല്ല ഇതല്ല, ഇതല്ല. മറ്റേ പയറ് മഞ്ഞ കളറിൽ ഒരു സാധനം ഉണ്ടാക്കിയത്. എരിശ്ശേരി എരിശ്ശേരി. അത് അതല്ല ഇഷ്ടം ഉം. എരിശ്ശേരി വെക്കണ ഞാൻ പിന്നെ പറയാം. പുളിശ്ശേരി. ആ മറ്റേ ഒരു ചെറിയ ആ മധുരക്കില്ല അതല്ല പുളി അല്ല പുളിയല്ല സാധാ ഒരു വേറെ ടേസ്റ്റാണ് പിന്നെ പുളിശ്ശേരി ആ അതൊന്നും ഉമ്മാർക്ക് ഇഷ്ടമല്ലടാ അത് ശരിയാണ് ഞാൻ കൂട്ടും എനിക്ക് സദ്യ ഇഷ്ടമുള്ളതാണ് ഞാൻ കൂട്ടും ശ്രീ അവന് ഒന്നും കഴിക്കില്ല മോരും സാമ്പാറും മോര് സാമ്പാർ സാമ്പാർ ചോറിനോട് കഴിക്കണ്ട ഏ? ഇഡലിയുടെ കൂടെ മാത്രമേ കഴിക്കുള്ളൂ ഇഡലി ഒതന്റിക്ക് വേണ്ടി ചോറിനിട്ട് പോരെ പായസം എനിക്ക് സദ്യ ഇഷ്ടമില്ലാത്ത ഇഷ്ടം എനിക്കിഷ്ടം അറിയില്ല അതല്ല എടുത്തോ കൊണ്ടോ ഇതാണ് ഞാൻ ആദ്യം ചോദിച്ചത് അപ്പോൾ അങ്ങനെയാടാ വെയിൽ വേണ്ടേ എരുവില്ല നിങ്ങളുണ്ടാക്കിയ ബഷീരാണ്. അങ്ങനല്ല എനിക്കത് സാധാരണ ഇഷ്ടമല്ല ഇടാൻ പറ്റി. എനിക്ക് പൊതുവെ അവിയൽ ഇഷ്ടമല്ല അതേ ഇഷ്ടമല്ല പൊതുവേ ഇഷ്ടമല്ല അതാ അങ്ങനെ അറിയുന്നില്ലേ. നാളെ പോകും ആ രാവിലെ ആറിന് എങ്ങോട്ട് മൂവാറ്റുപുഴ ധ്യാനത്തിനാ. ഞാനത്തിന് അപ്പഴാ ഡിവൈനാ അവിടെ വരെ പോകാം അതെ ആദ്യമാണ് ഒരു പപ്പടം അത് വേറെ ഏതാ സ്ഥലം? പപ്പടം ഇട്ടോ പപ്പടം. പിന്നൊക്കെ ഇഷ്ടമുള്ളത് പപ്പടം ഐ ഹേറ്റ് പപ്പ. അതിന് നാലാവും ഇഷ്ടം ഇല്ല ഓ ഹൈറ്റ് തന്നെ താങ്ക് യു ഇതിന് ഇഷ്ടം. ഇതിന് ഇഷ്ടം. ബിരിയാണി നീ ഉണ്ടെങ്കിൽ വേണ്ട ചോറിന് പപ്പടം മാത്രം നിന്ന് പായസം അപ്പുറം നിന്ന് അത് വേറെ പറഞ്ഞു. അത് ഈ ഭാഷ അല്ല ഏത് പായസം അങ്ങനെ തന്നെ കഴിക്കണം ഇത് പഴം കൂട്ടിയിട്ടും പഴം കൂട്ടി കൂട്ടിയിട്ടും ഞാൻ ഇത് ഇഷ്ടമില്ല. കഴിച്ചിക്കണോ? പഴം കളി അമ്പലത്തിൽ പഴം കൂട്ടിയിട്ടും പപ്പടം കൂട്ടിയൊക്കെ ചെയ്യും പക്ഷെ അത് ചിലർക്ക് ഇഷ്ടമല്ല കഴിച്ചിക്കണോ? ഇത് തീരെ ഇഷ്ടപ്പെടുന്നു ഞാൻ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ചിലർക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല സാമ്പാർ വേണോടാ വേണോ കാണും എന്റെ പേരെന്താ ഓലെ എന്താ പോലെ?
അതാണ് ലോലൻ. ഓലൻ ലോലൻ. ലോലനല്ല ഓലൻ. ഓലനാണോ? മറ്റേ ഫുള്ള് മാങ്ങ ഇട്ടിട്ട് സാധനങ്ങൾ. ആ മാങ്ങാ പച്ചടി, മാങ്ങാ പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി, അടിപൊളി സാധനം. മോര് വെച്ചിട്ട് അല്ല തിരുവനന്തപുരത്തുനിന്ന് ഒരു ജനശതാബ്ദി എപ്പോഴാ? അത് ആഴ്ചയില് ഒരു 2 ദിവസം ഇല്ല. എങ്ങോട്ട് പോരാ? അല്ല അത് എപ്പോഴാ? രാവിലെ തിരുവനന്തപുരത്ത് അല്ല നമ്മളിവിടെ കുറ്റിപ്പുറം എപ്പോഴെത്താം? കുറ്റിപ്പുറം സ്റ്റോപ്പില്ലല്ലോ. അല്ല തിരൂര് തിരുവനന്തപുരം അല്ല അവിടെ വരുന്നത് 11 മണിക്കാണ്. 10:50 അങ്ങനെയാണ്. നോക്കണം. അല്ലടാ മാതളാരങ്ങല്ല, മറ്റേ വലിയ നാരങ്ങയില്ലേ അച്ചാറിന്, പടുകുപ്പള്ളി നാരങ്ങ, കൈപ്പള്ള നാരങ്ങ, അത് തന്നെ വലിയ നാരങ്ങ. ബബിള് ബബ്ലസ് നാരങ്ങ കഴിക്കാനുള്ളതല്ലേടാ. വേറെ എടാ മാതള പൊങ്കരാനായിട്ട് ഇല്ലേ നമ്മള് കഴിക്കുന്നത് തന്നെ. അതാണ് മാതള നാരങ്ങ. ഉറുമാമ്പഴം അതല്ല. ഉറുമാമ്പഴം വേറെ എന്തോ മാതളല്ലേ? മാതള നാരങ്ങയാണ് ശരിക്കും. ഇവിടെ ഉള്ള മാതളം അല്ലെന്നാ പറയുന്നത്. എനിക്ക് അതാണ് മാതള നാരങ്ങ. ചേച്ചി ഇടക്കിടക്ക് മാതള നാരങ്ങ ഇതോ? അതല്ല, അത് ബബ്ലൂസ്. നമ്മളവിടെ കമ്പിളി നാരങ്ങ. മാതള ശരിക്കും പൊങ്ക്രാനൈറ്റ് ആണ്. അനാറില്ല, അനാറ്. അതാണ് മാതള നാരങ്ങ. മലയാളത്തിൽ നമ്മുടെ മാധവിക്കുട്ടിയുടെ നോവലൊക്കെ നീർമാതളം പൂർത്തപ്പോൾ കേട്ടിട്ടില്ലേ? അതാണ് മാതളം, നീർമാതളം. ആ ഇപ്പൊ ഒരുപാട് പുറകോട്ട് പോകാനുണ്ട്. കാലദേശം ഭാഷ മാറുമ്പോൾ എല്ലാം മാറും. ഇവിടെ മാതള നാരങ്ങ ഇതാണ്, ഇതെല്ലാം മാതള നാരങ്ങ. അപ്പൊ ഇതെന്തിന് പേരെന്താ? ഇത് കമ്പിളി നാരങ്ങയാണ് ഇതിന് പറയുന്നത്. കമ്പിളി നാരങ്ങ അതിവിടെ വരുമ്പോ മറ്റേ സാധനം മറ്റേ മുള്ളിന്റെ സീതപ്പഴം എന്ന് പറയില്ല. സീതപ്പഴം നമ്മുടെ ഞങ്ങളവിടെ വേറെ മുള്ളുള്ള പോലെ പറഞ്ഞത് പക്ക തെറ്റി. അല്ല അങ്ങനെയാണ് ഞങ്ങളവിടെ. അതിന് വേറെ ഇത് ഫുള്ള് മാറ്റിയാണല്ലോ. അല്ലല്ല അവിടുന്ന് അതിന് വരുന്ന ഞങ്ങളവിടെ കുരങ്ങമ്പഴം ആരും പറയും. ആ മുള്ളുള്ളതിന് കുരങ്ങമ്പഴം എന്നും പറയും. കുരങ്ങമ്പഴം നല്ല വ്യത്യാസം ഉണ്ടല്ലോ. അതാണ് എല്ലാം വ്യത്യാസമുണ്ട്. ഓരോ വേറെ വ്യത്യാസം വേറെ. ഇനി നമ്മൾ കാസർഗോഡ് പോയിട്ട് ഇതെല്ലാം മാറും. എന്താ പറയാ, കാസർഗോഡ് പോയാൽ ഇതെല്ലാം മാറും. കാസർഗോട്ടോട്ട് പോയല്ലേ ഇതൊക്കെ മാറും, ഈ പേരൊക്കെ മാറും. ഓരോന്നും അങ്ങനെ കാസർഗോഡ് പോയല്ലോ. കാലദേശം ഭാഷ മാറുമ്പോ തമിഴ്നാട്ടിൽ പോയിട്ട് ആദ്യം ആലപ്പുഴ പോകും, എന്നിട്ട് കാസർഗോഡ്. ശരിയാ, ആലപ്പുഴ പറയാം. ലൈറ്റ് പോടാ. ആലപ്പുഴ എപ്പോഴും മഴക്കാലത്ത് അങ്ങനെ സീസൺ ഒന്നുമില്ല. അതെല്ലാം പോകാറിക്കാമല്ലോ. അവിടെ ആലപ്പുഴ മെയിനായിട്ട് ബാക്ക് വാട്ടർ. ആലപ്പുഴ മെയിനായിട്ട് ബാക്ക് വാട്ടർ എല്ലാരും പറഞ്ഞു പറഞ്ഞില്ല. ഒന്നുമില്ല അവിടെ. വേറെ സാധനമില്ല കാണാൻ. നമ്മളിപ്പോ തണുക്കണം നല്ലത്. ഒന്നിതായിക്കോട്ടെ. ആലപ്പുഴ നമ്മുടെ പുന്നമട വള്ളംകളിയില്ലേ, അതിന്റെ 11 അതൊരു ദ്വീപാണ്. അത് പിന്നെ ബാക്ക് വാട്ടർ ക്രൂയിസ്. ഇതല്ലാതെ ആലപ്പുഴ ഒരു കാണാനില്ല. പിന്നെ പഴയ തുറമുഖത്തിന്റെ ആവശ്യമുണ്ട്. പോണ്ടിച്ചേരി എന്താ കാണാനുള്ളത്? പിന്നെ പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയിൽ ഒരുപാട്. പോണ്ടിച്ചേരി പറഞ്ഞ പോലെ
ഒരുപാട് സാധനമൊന്നുമില്ല. അർജുന്റെ ആശ്രമം, പിന്നെ ഈ ബീച്ച്, പിന്നെ ജൂതന്മാരുടെ 2-3 മോണ്യുമെന്റ്സ്, സ്മാരക കേന്ദ്രങ്ങൾ, അതൊക്കെ പോണ്ടിച്ചേരിയിലുണ്ട്. അതാണ് ജൂതന്മാരെ കാണിച്ചില്ല. വേറെ ഒന്നുമില്ല. പോണ്ടിച്ചേരി അതിന്റെ സെന്റർ. ജൂതന്മാർ ആദ്യം ഇവിടെ വന്ന് ബീച്ചും. അതെ, പോർട്ടുഗൽ പിന്നെ ബീച്ചുല്ലേ? ബീച്ചും അതേ ഉള്ളൂ. വേറെ ഒന്നും ഇവിടെ കാണാൻ ഇതല്ല വലുതല്ലേ അല്ല നമ്മള് മെയിൻ സ്ഥലത്ത് ശരിക്കുണ്ടായിരുന്നു. അത് സ്റ്റേറ്റ് അല്ലല്ലോ. എവിടെയാണ്? അവിടെ തന്നെ സ്റ്റേറ്റ് അല്ലല്ലോ. ഇല്ല, അത് പോണ്ടിച്ചേരി മാഹി അതിന്റെ ഇതാണ്. അതല്ല ഇവിടെ ടാക്സ് ഒട്ട് വെയിലത്ത് എന്തെടുക്കാനാണ് അതെ. ആ ബീച്ച് പോണെങ്കിൽ എന്ത് ചോറ് വേണ്ട. ചോറുണ്ട്. ഞാൻ ഇട്ടാണ് അത്. ഈ ഒരു വെള്ളം ആ കരി കുടിച്ചില്ല. അത് കരിമ്പും കുടിച്ച് ഒരു കപ്പ് വെള്ളം. എനിക്ക് പോണ്ടിച്ചേരി എല്ലാത്തിനും പെട്രോളിനൊക്കെ ടാക്സ് കുറവായി. നമ്മുടെ ഒരു പകുതി വിലയുള്ളൂ പെട്രോളിന്. 62-68 രൂപയുള്ളൂ പെട്രോളിന്. പെട്രോൾ വാങ്ങാം. പെട്ടോ ലോറിക്കാരൊക്കെ വരുമ്പോ അവിടെ നിന്ന് നല്ലോണം ടാങ്കൊക്കെ മനസ്സിലാവും. ഡീസലൊക്കെ അടിച്ചിട്ട് വരും. കൊണ്ടുവരാനില്ലല്ലോ, ട്രെയിനിൽ ഫുൾ ടാങ്ക് അടിക്കില്ലേ? കുപ്പിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഉപ്പില് പെട്രോളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഇല്ലല്ലോ. മദ്യം ഇവിടെ 500 രൂപയുള്ള മദ്യത്തിന് അവിടെ 200 രൂപ. മാഹിയല്ലേ? പക്ഷെ കൊണ്ടുവരാൻ പറ്റത്തില്ല. പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ഒരു ബോട്ടില് പിടിച്ചു കഴിഞ്ഞാലോ പൊട്ടിച്ച് 2 അടിച്ചിട്ടുണ്ട്. കൊണ്ടുവരുന്നവരുണ്ട് കേട്ടോ. അവിടെ ഡെലിവറി വില കുറവില്ലേ? വെറുതെ അവിടെ ഓരോന്ന് ബസ്സിന് 10 രൂപ ഉള്ളൂ. ക്യാമറ വേണമല്ലോ. വീഡിയോ ക്യാമറ വേണമല്ലോ. ഞാൻ കട്ട് ചെയ്യും. എന്താ ഓടിയോ ഓടിയോ പിന്നെ അടിച്ചതാണ്. പോണ്ടിച്ചേരിയിലെ കാര്യം എന്ന് പറഞ്ഞാൽ അവരും പറയുന്നത് എന്താ പറഞ്ഞ നല്ല ആചാരമൊക്കെ കട്ട് ചെയ്യാം. മദ്യത്തിന് വില കൂടും. കോഴിക്കോട്ടെ നമ്മളെ കാരണം പോണി കോഴിക്കോട്ടെ ഉണ്ട്. അല്ല ഒരു ഇതെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയണം. പക്ഷെ അവിടെയുള്ള നമ്മൾ വിചാരിക്കും നമ്മൾ വിചാരിക്കും അവിടെയുള്ളവര് നമ്മൾ വിചാരിക്കും അവിടെ എല്ലാത്തിനും വില കുറവല്ലേ, സുഖമായിരിക്കും. പക്ഷെ അവിടെയുള്ളവര് പറയുന്നത് ഇവിടെ ഒരു സുഖമില്ലെന്നാ പറയുന്നത്. ശരി, അവിടെ ഒന്നും ഇതില്ല, ഒന്നുമില്ല. അവിടെ കാഴ്ച ബീച്ച് കടലല്ലേ ഉള്ളൂ. കണ്ടോ സൽമാൻ കഴിക്കണുണ്ടോ? ഞണ്ട രണ്ടല്ല കണ്ടോ. ഈ മാഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടേബിളില്ലേ, അത്രേ ഉള്ളൂ. ഈ കടലിന്റെ ഇങ്ങനെ കയറി വരുന്നൊരു കോണില്ലേ, അതാണ് മാഹി. അവിടെ വേറെ ഒന്നും ഇല്ല. മാഹി കണ്ണൂരല്ലേ? കണ്ണൂര് കണ്ണൂർ എത്തുന്നതിന് മുമ്പ് പായസം ഇങ്ങോട്ട് കൊണ്ടുവരണോ? പായസം ഇങ്ങോട്ട് കൊണ്ടുവരണോ? വടകര പായസം നമുക്ക് പാത്തി ഇരുന്ന് അപ്പോഴല്ലേ ക്യാമറ കിട്ടും പായസം. പപ്പടം കുട്ടിയൊന്നും അടിക്കാം. ആ പപ്പടം ഈ പായസം പപ്പടത്തിൽ കൂട്ടി കഴിക്കുക. ഈ ഗ്ലാസ് എടുക്കട്ടെ. ചോറ് തീരുന്നല്ലോ. വെള്ളം എത്ര പോലെ ചോറാ? ആർക്ക്? ചോറ് ഇട്ടിരുന്നിട്ടാ. ചോറ് കുറെ ഇട്ടിരുന്നു. ഞാനല്ലേ എനിക്ക് കുറച്ച് ചോറല്ലേ, നീ രണ്ടാമത് കൊടുത്താൽ ഇല്ല. ഞാൻ ആച്ചിക്ക് മാത്രം. ഏറ്റവും കുറച്ച് സൽമാനാണ്. അല്ല നാച്ചിനാണ് രണ്ടാമത് കൊടുത്തു. പിന്നെ സൽമാനെ കുറച്ചേ കൊടുത്തു. എന്താ വേണ്ട? ചോറെടുത്തോ? നമുക്ക് പോയില്ലെങ്കിൽ തിന്നത് സ്ലോ ആവും. കുഴപ്പമില്ല, ഇത് കഴിച്ചോണ്ടാ. മന്തി കണെങ്കിൽ എന്ത് പോകൂലേ? മന്തി ചാർജ് ആവും. ഇപ്പൊ വന്നിട്ട് വന്നു. ഗ്ലാസ് എടുക്കട്ടെ. പായസം എടാ ഇവിടെ വേറെ ഈ മഞ്ചേരിന്ന് നിലമ്പൂർ പോകുന്ന സ്ഥലത്തിന്റെ പേരിന് ഒരു ഇതുണ്ട്, മഖ്ദൂത്ത്. നിങ്ങളെ ഇതിനകത്ത് ആ അതെ മഖ്ബൂത്ത് അല്ലേ? ആ അതെ ഫുഡല്ലേ? അവിടെ ബിരിയാണി, കുക്കർ ബിരിയാണി. ആ കുക്കർ ബിരിയാണി. കുക്കർ ബിരിയാണി അല്ല, കുക്കർ മന്തി. പക്ഷെ അത് എനിക്കത്ര സുഖമായിട്ട് തോന്നിട്ടോ. ചിലർ ചിക്കൻ മാത്രം നല്ലവണ്ണം കഴിക്കാം, നല്ല നൈസായിട്ട്. ബാക്കി റൈസൊന്നും അത്ര ഫേമസ് ആണ്. സുബൈന് വെറുതെ മതി. അത് ഇതിനകത്ത് വൈറലായില്ലേ? എത്ര വെറുതെ വെറുപ്പിച്ച് കാണാനില്ല. അപ്പൊ അതാണ് കുറ്റിപ്പുറത്തുണ്ട് ചോറും മീനും. കുട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. എടാ കുറ്റിപ്പുറത്ത് ചോറും മീനും.
അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ചോറിന് 70 രൂപ, മീന് 200 രൂപ. ആൾക്കാർ ഭയങ്കര കംപ്ലൈന്റ് പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് ഇപ്പോഴും വലിയ വണ്ടിയിൽ ആൾക്കാർ വന്ന് കഴിക്കുന്നത്, അത് കൊടുക്കാൻ കഴിക്കുമായിരിക്കും. അതെ, ഒരാൾ പറയാം ഒരു ഊണ് കഴിക്കും. ചായ ഗ്ലാസ് അല്ലേ? അതെ, അതൊക്കെ ആരും വന്ന് കഴിക്കാൻ. വലിയ മീനാണ് ഇത്ര യൂസഫ് അലിയൊക്കെ വന്ന് കഴിക്കേണ്ടി വരുമായിരിക്കും. ഒരു മാന്തൽ എടുത്താണ് അവൻ ഇലയിൽ ഒഴിച്ച് പായസം കുടിക്കാൻ വേണ്ടിട്ട് വെള്ളം വേണം. മാന്തൾ വലിയ മാന്തളിന് എത്ര? 250 രൂപ. എന്തിനാ കഴിക്കാത്? ചോറിൽ കുറെ കറി കാര്യങ്ങളൊക്കെ ഉണ്ട്. 70 രൂപയ്ക്ക് ആ കോട്ടക്കിലൊക്കെ നല്ല സുന്ദരം ഒരു 30 രൂപ കൊടുത്ത ഒരു മീനും വറുത്ത കിട്ടും. കൂടുതൽ നല്ലൊരു രീതിയും കിട്ടും. അല്ല പക്ഷെ കോഴിക്കോടൊക്കെ ചോറും 2 കറിയും തമ്മിൽ 45-60 അങ്ങനെ ചോറും 70 ചോറും ഇഷ്ടംപോലെ സദ്യയുണ്ട്, പായസം ഉണ്ട്. പായസം അല്ലെന്നേ, ഇത് 150 രൂപ 200 രൂപ മീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനൊക്കെ കഴിക്കുന്നേ ഉള്ളൂ. വല്ലപ്പോഴും ഒന്ന് കഴിക്കാൻ പറ്റും. അത്ര മീൻ ഒരു ഫില്ല് ആരാ മിൽക്കുമ്പോൾ ഒഴിച്ചത്? നെയ്യ് ഒഴിച്ചത് ആരാ കത്തിച്ചത്? സ്റ്റൗ കത്തിച്ചാരാ? എല്ലാം കോഴിയമ്മ. നെല്ല് കുത്തിയത് നെല്ല് നിനക്ക് വേണ്ട പായസം? അവന് പായസത്തിന് എന്നാ ചേട്ടാ? അവനെന്നാ എന്നോടാണ് കഴിക്കുന്നത്. അവര് വേണം പിള്ളേർ കുടിച്ചോളൂ. അവന് വേണ്ടെങ്കിൽ അവന് വേണ്ട, അവൻ കഴിച്ചോളൂ. വേണം കഴിക്കണം. മധുരം പായസത്തിന് പിന്നെ മധുരം വേണ്ടായിരുന്നു. മധുരം കൂടുതലൊന്നും ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നു. ഓ എനിക്ക് മധുരം ഉണ്ടോടാ? കറക്റ്റ് പായസത്തിന് ഉണ്ടാവുമല്ലോ. പായസം എന്ന് പറഞ്ഞാൽ മധുരമാണല്ലോ അല്ലേ? കൂടുതൽ ഇടാൻ പറ്റില്ല. ചില എല്ലാം ഇപ്പൊ പറയുമല്ലോ, ഷുഗർ മുക്കൊക്കെ ഉള്ളത്. പല നമുക്കങ്ങനെ കുഴപ്പമില്ല. നമ്മളിവിടെ തന്നെ ഉള്ളൂ. പുറത്തൊക്കെ പായസം ഇഷ്ടല്ല. പായസം വലിയ പിടുത്തല്ലേ അങ്ങനെ പായസം. ലാസ്റ്റ് നമ്മൾ ഓണത്തിന് ഉദ്ദേശിച്ച അവിടെ നിന്നിട്ട് അതുപോലെ തന്നെ കല്യാണത്തിനൊക്കെ അന്ന് രണ്ട് പായസം. കല്യാണത്തിന് പോയിരുന്ന ഞാൻ ലാസ്റ്റ് ബീച്ച് പോരില്ല, കഴിക്കൂല. അവിടെ പോയി ഇരിക്കും കുറച്ചു നേരം. ഞാൻ ലാസ്റ്റ് പോയി കഴിച്ചില്ല. പക്ഷേ കൊറേ നേരം എന്ത് കല്യാണം മണിക്കാണ് കയറിയത്. അതെ, നല്ല നേരം ഉണ്ടാവും. ലാസ്റ്റ് കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഒരാളെ ഇരുന്നു. പപ്പടം കൂട്ടി അങ്ങനെ മതിയോ? പപ്പടം കൂട്ടി പായസം തരാം ഞാൻ. എല്ലാവരും കുടിക്കാം. കുടിക്കാനാ? അവിടെ അല്ല മടക്കണ്ട. മടക്കേണ്ട ഒരു ഇതുണ്ടല്ലോ, ഇങ്ങോട്ട് മടക്കിയാൽ ഇല അകത്തേക്കാണ് അതന്നെ. അപ്പൊ അഞ്ചല് കെട്ടിട്ടില്ലേ? ഇല്ലാത്ത പെണ്ണിനെ കെട്ടണ്ട. കിനാവ് കാണും. അങ്ങനെ ഇല പുറത്തേക്ക് മടക്കിയ ഇല്ലാത്ത പെണ്ണിനെ കിനാവ് കാണും. ആവശ്യമില്ല. ആണോ? എവിടെയാടാ? അവർ തന്നെ കൊള്ളാവുന്നൊന്നും അല്ലെങ്കിൽ ഞാൻ അടിച്ചതിനകത്ത് തല്ലാവോ അമ്മായിമീ? അങ്ങനല്ല, തല്ലാവുന്നല്ല, അടിച്ചതിനകത്ത് ഞാൻ കേറ്റൂല. അടിച്ചതിനെടുത്താ മിറ്റത്ത് കേറ്റൂല. അങ്ങനെ അടിച്ചു വാരി ഭയങ്കര തിക്കല്ലേ? മിൽക്കുമേട് വെച്ചത് ഇല്ലില്ല. മോനാജ് ഞാൻ മധുര കൂട്ടണേ. അന്ന് ഓർമ്മണ്ടോ? ഇപ്പൊ അന്നൊരു കാമറാണ് കുടിച്ചു വരുന്നത്. ആദ്യം നമ്മ അന്ന് മറുസൈഡ് കുറെ കുടിച്ചു. കുറച്ച് സദ്യ തിന്നത് മാത്രം നമുക്കൊരു കണ്ടന്റ് ആക്കിയിടാം.
അയ്യോ ഒന്നുമില്ല. എത്രയായി നോക്കി 20 മിനിറ്റ് ഉണ്ടോ ചാർജ് ചെയ്യാനേ കുഴപ്പമില്ല കഴിഞ്ഞോട്ടെ കഴിഞ്ഞല്ലോ കത്തിക്കലേ ഇത് കാണോടാ പൈസ കഴിക്കണോ അവരോടത്തെ പ്രശ്നമുണ്ട് ദാഹിക്കും അതിന്റെ സ്ഥലം ഉണ്ടാവും എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മധുരം അധികം പോവില്ല ഇനി ഓണത്തിനുണ്ട് സദ്യ കുറച്ച് വെള്ളം ഓണത്തിന്റെ ആ നെയ്യ് അടിച്ചൊരു സാധനം കിട്ടിയിരുന്നു ഒരു കിറ്റ് ഫസ്റ്റ് ടൈം അല്ലേ ഫസ്റ്റ് ടൈം അല്ലേ അതല്ലേ അതല്ല നമ്മള് പിന്നെ വരെ അങ്ങനെ കഴിച്ചിട്ടില്ല അങ്ങോട്ട് ക്ഷീണാവും ഇത് കഴിച്ചാൽ അങ്ങോട്ട് ക്ഷീണാവും അയ്യോ ബിരിയാണി വെച്ചാൽ ക്ഷീണം ഉണ്ടാവില്ല നല്ല ഇത്രക്കൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ വെയ്യാണ്ടായി ഞാനെന്നാ കല്യാണം കഴിഞ്ഞിട്ട് ഇയാളെ കഴിക്കാൻ പായസം കുടിച്ചു കഴിഞ്ഞാ കിക്കോ ബിരിയാണി നമ്മൾ എത്ര കഴിക്കണതാ ഏഹ് ബിരിയാണി എത്ര കഴിക്കണതാ സഹപാടില്ലത് എപ്പോഴെങ്കിലൊക്കെ ഇല്ലേ? ഇതൊരു ലോഡ് തിന്നല്ലേ അത്യാവശ്യം പച്ചക്കറി ഉണ്ട് ആ പച്ചക്കറി മാത്രമേ ഉള്ളൂ അവിയലാണ് ഏറ്റവും ബെസ്റ്റ് സാധനം ബസ് ഇഷ്ടമല്ല അവൻ അതാ ഇഷ്ടമായത് അവൻ ഇത് രണ്ടും ഇഷ്ടമായത് പോലെ എരിവില്ലാത്തത് അവിയിലും പൊളിച്ചും എനിക്ക് ഇഷ്ടം അവനെ ഗ്ലാസും കൂടെ കഴിക്കും അല്ല നമ്മള് വേസ്റ്റ് ആക്കാൻ പാടില്ല അല്ലേ അവൻ ഗ്ലാസും കൂടെ കഴിക്കുന്നു തുല്യ അവിടെ കെടുന്ന വീട്ടിൽ ചുരുക്കി ചെയ്യണം ഫോട്ടോ എടുക്കുകയോ ചോദിച്ചില്ല ഫോട്ടോ എടുക്കുക അതാണ് എക്സൈറ്റ് ആയി നിൽക്കുന്നതല്ലേ കഴിക്കാം ചീക്കുനെ വിളിക്കും അവൻ ഇപ്പൊ വേണ്ടെന്നോ? അവൻ പിന്നെ എപ്പോഴാ വരുന്നത് അവിടെ വയ്യ തീരെ വയ്യ അങ്ങോട്ട് തല കറങ്ങണ പോലെ ഫോട്ടോ വലിക്കണേ ഈ സദ്യയിലൊരു കാര്യമുണ്ട് നമ്മൾ കുറച്ച് ചോറ് ഇടാൻ പാടുള്ളൂ കുറേ സാധനങ്ങളുള്ളതുകൊണ്ട് വയറ് കണ്ട് ഇതാ വയ്യാണ്ടാണ് ഛർദിക്കാനാണ് പോകുന്നത് ഷർട്ടൊക്കെ ഇപ്പൊ കേറി വരും എന്താ പാട് അത്ര തിന്നായി. സദ്യന്റെ അഭിപ്രായം മതി സദ്യ എന്താ മത്തായി സദ്യ അടിപൊളി സദ്യ സദ്യ എപ്പോഴും തന്നെ മത്താവും ഞാൻ മത്താവും ഈ പായസം ഇതൊക്കെ കൂടിയുള്ളതുകൊണ്ടാ ഇത്ര അവിടെ വയറല്ല ഇവിടെ ഇതുവരാവും. ഇതുവരെ തിന്ന് എന്താ പാട് സദ്യന്റെ അഭിപ്രായം മതി ടോപ്പ് എപ്പോഴും നമുക്ക് സദ്യ നല്ല ഇഷ്ടമാവും എപ്പോഴും തിന്നണുണ്ട് അതിന്റെ പ്രത്യേകത ഇവനക്ക് അധികം ഇഷ്ടമല്ല ഇപ്പൊ എപ്പോഴും കഴിക്കാനല്ലേ പായസം 3 ഗ്ലാസ് പായസം നല്ല ഞാൻ എല്ലാ കിറങ്ങിക്കും ഇറങ്ങും നമുക്ക് നിർത്താം മൈൻഡ് അപ്പ് ചെയ്യണോ ചാർജിങ് ഒരു 13 കണ്ടോ 12 ആ 12 നിർത്താം സ്റ്റോപ്പാക്കാം 30 നമ്മളെ മിനിറ്റ് സദ്യ കത്തി നമുക്ക് അടുത്ത് നല്ല വ്ളോഗിൽ കാണാം വ്ളോഗ് അതുവരേക്കും ബൈ ലെറ്റ്സ് ഗോ